തേച്ച് കൊടുക്കണം. നമുക്ക് മസാലയുടെ പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കനോട് വെച്ചു മസാല എടുക്കാം. അപ്പോൾ നമ്മളിനി നമ്മൾ മുളക് പൊടി ഇടുവാണ്. അപ്പോൾ നമുക്ക് 3 സ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് നിറച്ചും ഈ ഒരു സ്പൂണിലാണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ അതുകൊണ്ട് നമ്മൾ മുളക് പൊടി ഇട്ടു. അത് തന്നെ പിന്നെ നല്ല മഞ്ഞൾപ്പൊടിയാണ് ഇടുന്നത്. അത് 1/2 സ്പൂണാണ് നമ്മൾ ഇടുന്നത്. നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ നമ്മൾ ഈ അടുത്തെടുക്കുന്നത് ചിക്കൻ മസാലയാണ്. അത് നമുക്ക് 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. നമ്മൾ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതരമുളകും കുരുമുളകും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കരിവേപ്പില നമ്മൾ അരച്ച് വെച്ച പേസ്റ്റാണ് നമ്മൾ ഇനി ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു സ്പൂൺ എടുത്തിട്ടില്ല. നമ്മളിത് മൊത്തം അരച്ച് വെച്ച് നമ്മൾ മൊത്തം ഇടുന്നുണ്ട്. മൊത്തം നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അടുത്ത് ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ഏറ്റവും നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം. ഉപ്പ് ചേർത്ത് ഇനി നമുക്കിത് മൊത്തം കുഴച്ചങ്ങോട്ട് എടുക്കണം. എന്നിട്ട് പിന്നെ തൈരും കൂടെ ഒഴിക്കും. നമ്മളെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വന്ന ഒരു ചേട്ടനും കൂടെ ഉണ്ട്. എബിൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ഇനി നമുക്കിതിനകത്ത് തൈരും കൂടെ നമുക്ക് ഒഴിക്കണം. തൈര് കുറച്ച് കൊടുക്കാം. അപ്പോൾ തൈരൊക്കെ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ നമുക്കൊന്ന് ഇളക്കി മൊത്തം ഇളക്കി കൊടുക്കാം. നമ്മളിതാ മസാല ഇങ്ങനെ മസാല നമ്മൾ കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മസാല അങ്ങോട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വരഞ്ഞൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. അതിൻ്റെ ഇടയ്ക്കോട്ടൊക്കെ നമുക്ക് ഈ മസാലയൊക്കെ നല്ലോണം ഉള്ളിലോട്ട് ഇറക്കണം. അപ്പം നല്ലോണം അതിൻ്റെ മസാലയൊക്കെ അകത്തിരുന്നോളും. എന്നാലും നല്ല രുചിയൊക്കെ നമുക്ക് തിന്നാനൊക്കെ നല്ല രുചിയായിരിക്കും കിട്ടത്തുള്ളൂ. നമുക്ക് മസാല മൊത്തം തേച്ച് പിടിപ്പിക്കാം. നമ്മളിതാ മസാലയൊക്കെ നമ്മൾ ചിക്കനെ നമ്മൾ മൊത്തം മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ നമുക്ക് വെക്കണം. ഫ്രീസറിലോട്ട് ഫ്രിഡ്ജിനകത്തോട്ട് ഇതൊരു 2 മണിക്കൂർ ഇത് വെക്കണം. നമുക്ക് നല്ലോണം ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ച് നമുക്ക് സെറ്റ് ആകാൻ വേണ്ടിയാണ് വെക്കേണ്ടത്. അപ്പോൾ നമുക്ക് നേരെ ഫ്രിഡ്ജിൽ കൊണ്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഗ്രില്ലടിക്കാൻ പോവുകയാണ്. നമ്മൾ കട്ടയം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കമ്പി നമ്മൾ ഗ്രില്ലടിക്കാൻ വേണ്ടി നമ്മൾ കമ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇനി കനൽ ഇട്ട് നമുക്ക് നല്ലോണം ചൂടാക്കി കനൽ ഇങ്ങനെ വെക്കണം. അപ്പോൾ ഇവിടെ കുറേ വിറകൊക്കെ കിടപ്പുണ്ട്. ചുള്ളി വിറകാണ്. അതൊക്കെ നമുക്ക് കൂട്ടിച്ചിട്ട് അതിൻ്റെ അകത്തിട്ട് കനലാക്കി നമുക്ക് എടുക്കാം. അപ്പം നമ്മളിതിനകത്ത് നമ്മുടെ വിറകും പിന്നെ ചിരട്ടയൊക്കെ നമ്മൾ ഇനി നല്ലോണം ഇനി കനലാക്കി എടുക്കണം. അപ്പം നമ്മൾ കനലാക്കി എടുക്കുവാണ്. നമ്മൾ ചിരട്ടയൊക്കെ വെച്ച് നമുക്ക് കനലാക്കി എടുക്കാം. അപ്പം നമ്മളിപ്പോൾ കനലൊക്കെ ചൂടാക്കി അതിന് പറയാൻ നമ്മൾ ഗ്രില്ലിൻ്റെ ആ കമ്പി നമ്മൾ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലത്തെ മറ്റേ എണ്ണ നമ്മൾ കുറച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിനി നമ്മുടെ ചിക്കൻ എടുത്ത് നമുക്ക് നമുക്ക് ചിക്കൻ നമ്മൾ ചിക്കൻ എടുത്ത് നമ്മൾ ഗ്രില്ലിൻ്റെ അങ്ങോട്ട് വെക്കാൻ പോകണം. ഇനി നമുക്ക് ലോണ ഉണ്ടാക്കിയായി. ഇപ്പം എൻ്റെ ഏട്ടൻ്റെ പിറന്നാളും കൂടെയാണ്. അപ്പം അതിന് നമുക്ക് കേക്കും കൂടെ നമുക്ക് മുറിക്കാം. ഇതാണ് നമ്മൾ കേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്.
ഏറ്റു. നമുക്കിനി കഴിച്ച് കാണിക്കുന്ന പരിപാടിയും കൂടെ ഉള്ളൂ. നമുക്ക് കഴിക്കാം. നമ്മൾ നല്ലൊരു പീസ് എടുത്ത് തിന്നാൻ പോവാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം ഇത് വെന്തിട്ടുണ്ട്. നല്ല രുചിയാണ്. വീണ്ടും ട്രൈ ചെയ്ത് നോക്കണം നമ്മളെ. അപ്പം ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടാൻ തിരിച്ച് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഞാനിത് വീഡിയോ മൊത്തം ഈ ചാനൽ തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതിലും നല്ല